ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലത്തെ പാദസരം ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ പാദസരങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്യൂ സ്റ്റാറാണ്, അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 ജംഗ് റിങ്സ്, 2 കുളത്ത് എടുത്തിട്ടുണ്ട്. ഫിഷ് ലോക്ക് കണ്ടിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂ സ്റ്റാർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്യൂ സ്റ്റാർ ഇരിക്കുന്നത് ഒരു ബോൾ പോലെ അറ്റത്തുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ കട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ വെട്ടിച്ചെടുക്കുമ്പോൾ ഒരു ഭാഗത്തും ഉണ്ടാവും അപ്പുറത്തെ ഭാഗത്തും ഉണ്ടാവും ആ ഉണ്ട പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 എണ്ണാക്കി മാറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് കറക്റ്റ് എടുത്താൽ മതി. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് കിട്ടൂല. ഇനി നമുക്ക് ചെയിൻ കട്ട് ചെയ്യാം കേട്ടോ. ചെയിൻ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുളത്ത് വെക്കേണ്ട നീളം കൂടി നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനും കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് ജംഗ് റിങ്സ് കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഹോളിലൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കോർത്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇനി മുത്തുകൾ കോർത്തെടുക്കേണ്ടതെന്ന് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്യൂ സ്റ്റാർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്നൊരു മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം മുത്തിൻ്റെ അടിയിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഗ്യാപ്പിലാണ് മുത്തുകൾ കോർക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ കോർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തൂക്കായിട്ട് കിടക്കാൻ എത്ര വേണമെന്ന് നോക്കാം. ഒരു ഇത്തിരി മതി. അതിന് ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്ത് ആ മുത്തിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു മണി പോലെയായിട്ട് അത് മാറിയിട്ടുണ്ടാവും കേട്ടോ. സിമ്പിളാണ്. എന്നിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ അറ്റത്തേക്കായിട്ട് ആ ഒരു ഭാഗത്തേക്ക് തന്നെയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കാനൊന്നുമില്ല, ഫുള്ളായിട്ട് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുത്തുകളൊക്കെ കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര ഗ്യാപ്പ് കൊടുക്കണേ അത് കറക്റ്റായിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പുറത്തേലും ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഒരു ഫ്യൂ സ്റ്റാർ എടുക്കുക. ഒരു മുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. ഫ്യൂ സ്റ്റാർ അടിഭാഗത്ത് മുത്ത് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഫ്യൂ സ്റ്റാറിന്. അത് അടിയിലേക്ക് തന്നെ വരണം മുത്തിൻ്റെ, എന്നാലും അത് കറക്റ്റ് അവിടെ നിൽക്കുള്ളൂ കേട്ടോ മുത്ത്. എന്നിട്ട് നമുക്ക് 6 ഹോൾ വിട്ടിട്ടാണ് ഞാനിവിടെ ഓരോ മുത്തുകളും കോർത്തെടുക്കണേ കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുത്ത് കോർത്തപ്പോൾ 3 ഹോൾ വിട്ടിട്ടാണ് കോർത്ത് കൊടുത്തത്. രണ്ടാമത്തെ മുത്ത് തുടങ്ങി നമ്മൾ കോർത്തെടുക്കുമ്പോൾ 6 ഹോൾ വീതം കോർത്തിട്ടാണ് ഓരോ മുത്തും കോർത്തെടുത്താത്. അപ്പോൾ നമുക്ക് പല കളറ് ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡ് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ 6 ഹോളിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ മുത്തും കോർത്തെടുക്കുന്നത്. അവസാന ഭാഗത്തെത്തുമ്പോൾ 3 ഹോളും കൂടി ബാക്കിയുണ്ടാവും. നമ്മുടെ അവസാന ഭാഗം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാന ഭാഗത്തിൽ നമ്മളൊരു ജംഗ് റിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ആ ജംഗ് റിങ്സിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കുളത്തും കൂടി കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് അമർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാദസരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ പാദസരം കൂടി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതുപോലെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ 2 പാദസരങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ പാദസരങ്ങൾ. ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.